ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലുള്ള ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ഏകദേശം 11ഓളം സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ നമ്മൾ ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റാണ് ഒന്നാമത്തത്. കോസ്റ്റ് ഓഡിറ്റ്, ക്യാഷ് ഓഡിറ്റ്, സ്പെഷ്യൽ ഓഡിറ്റ്, ഓപ്പറേഷൻ ഓഡിറ്റ്സ്, എഫിഷ്യൻസി ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ്, പ്രോപ്പർട്ടി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, റെഗുലേറ്ററി ഓഡിറ്റ്, പോസ്റ്റ് വൗച്ച് ഓഡിറ്റ്. ഇങ്ങനെയുള്ള 11 ടൈപ്പ് ഓഡിറ്റുകളാണ് നമ്മുടെ അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ 11 രീതിയിലാണ് ഓഡിറ്റിനെ 11 കാറ്റഗറിയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ഈ ഓഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് സെക്ഷനിലായിട്ടാണ് അത് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ബ്രീഫ് ആയിട്ട് എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് അവരുടെ കോൺട്രിബ്യൂഷനാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ആദ്യ കാലഘട്ടങ്ങളിൽ മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അമേരിക്ക ആയതുകൊണ്ടാണ് ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് രൂപീകരിച്ച് വരാനുള്ള കാരണം. ഇന്ത്യയിൽ ആദ്യ കാലങ്ങളിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് വളരെ കുറവായിരുന്നു. എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇന്ത്യയിലുള്ള ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ റീസെൻ്റ് കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഗെയിൻഡ് മൊമെൻറ്റം എങ്ങും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. ഈ ചുരുങ്ങിയ ഈ ഒരു റീസെൻ്റ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉണ്ട്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ മോഡേൺ ബിസിനസ്സിൽ ഒരുപാട് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ വേയിൽ എത്തിക്കലായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. നമുക്കറിയാം കമ്പനിയിൽ 3 ടൈപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടാകും. അതോറിറ്റീസ് ഉണ്ട്, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഓരോ ലെവലിലുള്ള മാനേജ്മെൻറ്റിനും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് തന്നെ എത്രയേ ഉള്ളൂ, മാനേജ്മെൻറ്റ് ചെയ്യേണ്ട വർക്കുകൾ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ്, അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം വിലയിരുത്താൻ വേണ്ടിയിട്ട് അത് സ്ഥാപനത്തിന് എങ്ങനെയൊക്കെ ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ യൂട്ടിലൈസേഷൻ സ്ഥാപനത്തിന് ഉപയോഗിക്കുക എന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് നമ്മളെ കമ്പനിക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ മാനേജ്മെൻറ്റ് പോളിസീസ് എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടി എത്തിക്കലായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ ഹയർ ചെയ്യണോ. അതായത് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. രണ്ടാമത്തെ ഓഡിറ്റാണ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കോസ്റ്റ് ഓഡിറ്റ് ഏറ്റവും കൂടുതൽ കമ്പൽസറി ആയിട്ടുള്ളത് ആണ് എങ്ങനത്തെ കമ്പനികൾക്ക് എന്നുണ്ടെങ്കിൽ മൈനിങ് കമ്പനികൾക്ക്. നമ്മൾ ഈ കുഴിച്ചെടുക്കണ കമ്പനികളില്ലേ, ഭൂമിൻ്റെ അടിയിൽ നിന്ന് പെട്രോളിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്വർണം ഒക്കെ കുഴിച്ചെടുക്കുന്ന കമ്പനികൾക്കാണ്, മൈനിങ് കമ്പനികൾക്കാണ്, അതുപോലെ മാനുഫാക്ചറിങ് കമ്പനികൾക്കാണ്, അതുപോലത്തെ ആ ഒരു കാറ്റഗറി വരുന്ന കമ്പനികൾക്കാണ് കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ളത്. അതിൽ കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രകാരം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനികൾ സെക്ഷൻ 2 സെക്ഷൻ ഡി പ്രകാരം, അതുപോലെ സെക്ഷൻ 233B ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം ഇതുപോലത്തെ കമ്പനികൾക്ക്, മൈനിങ് കമ്പനികൾക്ക് കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ നോക്കാം. എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് ഓഡിറ്റ് ആസ് വെരിഫിക്കേഷൻ ഓഫ് ദി കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഫ് ദിസ് അദറൻസ് ടു ദി കോസ്റ്റ് അക്കൗണ്ടൻസി പ്ലാൻ.
നമ്മളെ കമ്പനിയിലുള്ള കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമാണോ നമ്മളെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ അക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടൻ്റാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് നടത്തുക. കോസ്റ്റ് അക്കൗണ്ടൻ്റാണ് ഈ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി അറിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. ആസ് പെർ ദ കോസ്റ്റ് അക്കൗണ്ടിങ് ലോസ് പ്രകാരമാണ് നമ്മളെ കമ്പനിയിലുള്ള എല്ലാ ഡാറ്റാസും പ്രിപ്പയർ ചെയ്ത്, അതായത് കോസ്റ്റ് ഡാറ്റാസ് എല്ലാം പ്രിപ്പയർ ചെയ്തെന്നുള്ളതും അതിൻ്റെ ജെനുവിനിറ്റിയും അതിൻ്റെ വെരിഫിക്കേഷനും ആസ് പെർ ദ പ്ലാൻ പ്രകാരമാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. അതിൻ്റെ കറക്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. ഇത് കമ്പൽസറി ആയിട്ടുള്ളത് ഒരു ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ദ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട്, അതായത് കമ്പനീസ് ആക്ട് 1965 ചേഞ്ചസ്, അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയാം. അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൽസറി എക്സെപ്റ്റ് മൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് ആൻഡ് അതർ കമ്പനീസ് വിച്ച് ആർ specifically asked by the central government to maintain the cost audit under section 209 subsection D and section 233. ഈ രണ്ട് സെക്ഷനിൽ പറയുന്ന പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുള്ള, സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കമ്പനികളും അതേപോലെ മൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കമ്പൽസറി ആയിട്ടുള്ളത്. മറ്റ് കമ്പനികൾക്കൊന്നും കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി അല്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഡിറ്റ് പറയാൻ പോകണേ ക്യാഷ് ഓഡിറ്റ്. ക്യാഷ് ഓഡിറ്റ് ആ വാക്കുന്നതിനുണ്ട്. ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ് ക്യാഷ് ഓഡിറ്റ്. അതായത് അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ബില്ലുകളുണ്ടാവും, ഇൻവോയ്സ്, വൗച്ചറുകൾ, റെസിപ്റ്റ്, കൗണ്ടർ ഫോയിൽ, കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റ്സ്, മിനിറ്റ്സ് ബുക്സ്, കോൺടാക്റ്റ് എഗ്രിമെൻറ്റ്, ഇതെല്ലാം എടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ട് നമ്മളെ കമ്പനിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ജെനുവിനിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ് ക്യാഷ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ക്യാഷ് ഓഡിറ്റിന് ഒരുപാട് ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ട്. ക്യാഷ് ഓഡിറ്റ് ജസ്റ്റ് നമ്മളെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്യാഷ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്പെഷ്യൽ ഓഡിറ്റ്. ഈ വാക്കിന്ന് കേട്ടിട്ട് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ്. ഇത് അതല്ല ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ആസ് പെർ ദ റൂൾ അല്ലെങ്കിൽ അവരെ ഓർഡർ പ്രകാരം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം കമ്പനികളിൽ നടത്തുന്ന ഓഡിറ്റാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് സെക്ഷൻ ഉണ്ട്. കമ്പനി ആക്ടിൽ പറയുന്ന സെക്ഷൻ 233A ഓഫ് ദി കമ്പനീസ് ആക്ട് 1956. ദ സെൻട്രൽ ഗവൺമെൻറ് ഈസ് എംപവേർഡ് ടു അപ്പോയിൻറ്റ് എ സ്പെഷ്യൽ ഓഡിറ്റർ ഇൻ ദി കേസ് ഓഫ് കമ്പനീസ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 3 റീസൺസ് പറയുന്നുണ്ട്. ഈ രീതിയിൽ പോകുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറയുന്ന സെക്ഷൻ 233 സബ്സെക്ഷൻ എയിൽ പ്രകാരം നമ്മളെ കമ്പനിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. അപ്പോൾ എന്തൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? സെൻട്രൽ ഗവൺമെൻറ് നമ്മളെ കമ്പനിയിൽ ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, ദ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഈസ് നോട്ട് ഇൻ പ്രോപ്പർ ഫോം ആൻഡ് മേ കോസ് സീരിയസ് ഡാമേജ് ടു ദ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മാനേജ്മെൻറ്റ് പക്ക ഫ്രോഡ് ആക്ടിവിറ്റീസാണ്. നമ്മളെ ട്രേഡ് ലോ ഒരു കാര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരതുപോലെ പാലിക്കപ്പെടുന്നില്ല. അതുപോലെ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കപ്പെടുകയാണ്. അങ്ങനെ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ, അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കംപ്ലയിൻറ്റുമായിട്ട് ചെല്ലൽ സെബിൻ്റെ അടുത്താണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലാണ് അവർക്ക് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻസ് ഉണ്ടാവുക. അവരത് സെൻട്രൽ ഗവൺമെൻറ്റിനെ അപ്പോൾ അറിയിക്കും. ആ ഓർഡർ പ്രകാരം ഗവൺമെൻറ് ഇങ്ങനെ മാനേജ്മെൻറ്റ് തിരിമറികൾ വരുത്തുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ചെറിയ രീതിയിലുള്ള പൈസകൾക്കൊന്നുമല്ല ഇങ്ങനത്തെ കമ്പനികളിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുക. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇവർ ലൂട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ തിരിമറി ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കേസുകളിലാണ് ഇങ്ങനത്തെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറയാം, സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറയാം. രണ്ടാമത്തെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ, ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനീസ് കോൺസ്റ്റൻ്റ്ലി ഡിറ്റീരിയോറേറ്റിംഗ്. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇങ്ങനെ താഴെ ഇങ്ങനെ പോവുക. അങ്ങനത്തെ ഒരു കേസിൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു കമ്പനിയാണ്. എന്നിരുന്നിട്ട് കൂടിയും
കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷന് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറയും. മൂന്നാമത്തെ കേസ്, ദ കമ്പനി ഈസ് നോട്ട് ബീങ് മാനേജ്ഡ് അക്കോർഡിംഗ് ടു ദ സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം, ഇന്ത്യൻ ബിസിനസ് ലോസ് പ്രകാരം അല്ല ആ കമ്പനി റൺ ചെയ്യുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അവിടെ സ്പെഷ്യൽ ഓഡിറ്റിന് ഓർഡർ ഇടാൻ പറ്റും. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കേട്ടോ, ദ സെൻട്രൽ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് സ്പെഷ്യൽ ഓഡിറ്റ്, അവരാണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുക. ദ പേഴ്സൺ ഹൂ കണ്ടക്ട് ദ സ്പെഷ്യൽ ഓഡിറ്റ് ഈസ് കോൾഡ് സ്പെഷ്യൽ ഓഡിറ്റർ. സ്പെഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർ പറയുന്ന പേരാണ് സ്പെഷ്യൽ ഓഡിറ്റർ. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇയാൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, അല്ലാതെ കമ്പനിക്കല്ല കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ഓഡിറ്റർ റെമ്യൂണറേഷൻ പൈസ കൊടുക്കുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇയാളെ ഫീ കൊടുക്കേണ്ടത് ആ കമ്പനിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ് നമ്മളെ കമ്പനിയിൽ വന്നിട്ട് ഇയാൾ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ആൾക്കുള്ള ഓഡിറ്റർ ഫീ പേ ചെയ്യേണ്ടത് നമ്മളെ കമ്പനീൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഓപ്പറേഷൻ ഓഡിറ്റ്. ഓപ്പറേഷൻ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ് ഓപ്പറേഷൻ ഓഡിറ്റ്. ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. It's usually conducted by the external auditor is known as management consulting services. മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് സർവീസസ് ആണ് ഈ ഓഡിറ്റ് കോമൺ ആയിട്ട് നടത്തൽ. എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഫുൾഫിൽ ദ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ ആൻഡ് പ്ലാന്റ്. നമ്മളെ കമ്പനിയിലുള്ള മാൻ പവറും പ്ലാന്റും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതല്ല അത് കുറേ വേസ്റ്റായി പോകുന്നുണ്ടോ, മാൻ പവർ കുറേ ലീവ് എടുത്തു അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഓഡിറ്റ് നടത്തുന്നത്. മൂന്നാമത്തെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം, കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ ടു ക്രിയേറ്റ് ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാൻ. ചില കമ്പനികൾക്ക് ഓപ്പറേഷൻ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. ഓപ്പറേഷൻ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ട് ഓപ്പറേഷൻ ഓഡിറ്റർ എന്ത് ചെയ്യും, ആ ഓഡിറ്റർ നല്ല രീതിയിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും, നമ്മളെ കമ്പനിയിലുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന്. ഓട്ടോമാറ്റിക്കലി കമ്പനീൻ്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും. ആ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ദിസ് ടൈപ്പ് ഓഡിറ്റ് ദ ഓഡിറ്റർ സ്ക്രൂട്ടനൈസ് ബോത്ത് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി ഓഫ് ദ ഫേം. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ കമ്പനീൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് എഫിഷ്യൻസി ഓഡിറ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ദി ഫേമിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫിഷ്യൻസി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ എയിം ടു റിപ്പീറ്റ് ദ മാക്സിമം പ്രോഫിറ്റ് ഫോർ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. ദിസ് എഫിഷ്യൻസി ഓഡിറ്റ് ഈസ് എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇതും ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് തന്നെയാണ് എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെ കമ്പനീൻ്റെ എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫിഷ്യൻസി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓഡിറ്റാണ് ഡീറ്റെയിൽ ഓഡിറ്റ്. ആ വാക്കുന്നതിനുണ്ട് ഡീറ്റെയിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ഓഡിറ്റ് ഇസ് ഓൾസോ കോൾഡ് കണ്ടിന്യൂസ് ഓഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ഓഡിറ്റിനാണ് ഡീറ്റെയിൽ ഓഡിറ്റ്. അല്ലെങ്കിൽ ഇതിന് വേറെ പേരാണ് റണ്ണിങ് ഓഡിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓഡിറ്റ് എന്ന് പറയും. നമ്മളെ കമ്പനിയിലേക്ക് ഒരു ഓഡിറ്ററെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്നുള്ളത്. അതിൻ്റെ പേരാണ് ഡീറ്റെയിൽ ഓഡിറ്റ്. ഒരു എംപ്ലോയി ഓഡിറ്ററെ സ്റ്റാഫ് വീക്ക്ലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്ലി പോയിട്ട് ഓഡിറ്റിംഗ് നടത്തുന്ന പ്രോസസ്സാണ് എന്ത് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽഡ് ചെക്കിങ്ങും കാര്യങ്ങളും ടെസ്റ്റ് ചെക്കിങ്ങും എല്ലാ കാര്യങ്ങളും അവരവരെ അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ഓഡിറ്റാണ് പ്രോപ്പർട്ടി ഓഡിറ്റ്. ഇതെല്ലാം ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ്. ഇതൊക്കെ ഓരോ ഒബ്ജക്റ്റീവാണ്, അതിൻ്റെ ബേസിലാണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടി ഓഡിറ്റ്. പ്രോപ്പർട്ടി ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇതും മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ഹൈ ഫോം ഓഫ് ഓഡിറ്റ്. പ്രോപ്പർട്ടി ഓഡിറ്റ് ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഓഡിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് നീഡ് ടു ക്ലോസ് സ്ക്രൂട്ടനി ഓഫ് കോൺട്രാക്ട്സ്, അനാലിസിസ് ഓഫ് പ്രൊജക്ട് എസ്റ്റിമേറ്റ്സ്, മാൻ പവർ റിക്വയർമെൻറ്റ്സ് and their proper utilization of pricing policies and selling policies and evaluation of the performance with targets. നമ്മുടെ കമ്പനിയിലുള്ള ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റിൻ്റെ ബേസിൽ ടാർഗറ്റ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ടാർഗറ്റ് പ്രകാരമാണോ വർക്ക് ചെയ്യുന്നത്, അതേപോലെ നമ്മളെ പ്രൈസിങ് പോളിസീസ്, സെല്ലിംഗ് പോളിസീസ് എല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ആസ് പെർ നമ്മൾ സെറ്റ് ചെയ്ത പ്രകാരമാണോ നടക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്ന ഓഡിറ്റാണ് പ്രോപ്പർട്ടി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ.
The aim of property audit is to guarantee and validity and properly of all the major transactions and the contracts by the concern are the best interest. നല്ല രീതിയിലാണ് കമ്പനിയിലുള്ള മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഡിറ്റ് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ജെനുവിനാണ്, ഗ്യാരണ്ടീഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിറ്റ് നടത്തുന്നത്, പ്രോപ്പർട്ടി ഓഡിറ്റ് നടത്തുന്നത്. ദിസ് പ്രോപ്പർട്ടി ഓഡിറ്റ് ഹാസ് ടു സർട്ടിഫൈ ദം ഇൻ ദിസ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് പ്രോപ്പർട്ടി ഓഡിറ്റർ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് അതിൽ സർട്ടിഫൈ ചെയ്യുകയും ചെയ്യും നമ്മളെ കമ്പനിയിലെ എല്ലാ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അതായത് കമ്പനീൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും, ആസ് പെർ അവർ ടാർഗറ്റ് ചെയ്ത പോലെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വരുന്ന പെർഫോമൻസ് ഓഡിറ്റ്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ പാർട്ട് തന്നെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കമ്പനിയിലുള്ള നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ടാർഗറ്റ് പ്രകാരമാണോ നമ്മളെ കമ്പനീൻ്റെ പെർഫോമൻസ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഗുലേറ്ററി ഓഡിറ്റ്. റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിലുള്ള പ്രൈവറ്റ് ബിസിനസ് ഫേംസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ഓഡിറ്റ് സീ വെദർ ദ എവറി ട്രാൻസാക്ഷൻ ഈസ് അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ കോമ്പിറ്റൻറ്റ് അതോറിറ്റി. നമ്മളെ കമ്പനിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും അതോ ഓതറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്തിട്ട് അത് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഫണ്ട് പാസ്സാക്കാനുണ്ട്, ഏതെങ്കിലും ഒരു ബില്ല് മാറാണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈനാൻഷ്യൽ മാനേജർ അടുത്തെത്തും, അങ്ങനെ ഫിനാൻസ് മാനേജർ അതെന്ത് ചെയ്യും, സൈൻ ചെയ്ത് പോകും. അപ്പോൾ ഇതൊക്കെ ആസ് പെർ നമ്മളെ കമ്പനീൻ്റെ ലോ പ്രകാരവും നമ്മളെ കമ്പനിയിൽ നടക്കേണ്ട യഥാർത്ഥ രൂപത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി ഓഡിറ്റ്. എല്ലാം നിയമപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ് റെഗുലേറ്ററി ഓഡിറ്റ്. ദ ട്രാൻസാക്ഷൻ ആർ മെയ്ഡ് ആസ് പെർ ദ ലോ. നിയമപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് മനസ്സിലാക്കണം. അണ്ടർ ദിസ് ഓഡിറ്റ് ദ ഓഡിറ്റർ ഈസ് ഇഷ്യൂഡ് ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ അക്കൗണ്ട്സ് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ ദ വ്യൂ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. അങ്ങനെ ഓഡിറ്റർ റെഗുലേറ്ററി ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ കമ്പനിയിലെ ഫൈനാൻഷ്യൽ പൊസിഷനും എല്ലാ കാര്യങ്ങളും ട്രൂ ആൻഡ് ഫെയർ ആണ്, സത്യസന്ധമായിട്ടുള്ളതും യഥാർത്ഥമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലാസ്റ്റ് ടൈപ്പാണ് ഇതിലെ ഓൺ ദി ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലുള്ള ലാസ്റ്റ് ടൈപ്പ് വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ്. പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റ് എന്നും പറയും. വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനീൻ്റെ ഉള്ളിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് നെയ്തി അതിന് ഒരു ബില്ല് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്തു, ക്യാഷ് റിസീവ്ഡ്, നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യും, ബില്ല് അദ്ദേഹത്തിന് കൊടുക്കും. ആ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് വൗച്ചിങ്. അത് കറക്റ്റായിട്ട് ബില്ല് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബില്ലാണെങ്കിൽ ബില്ല് ഇനിയിപ്പോൾ ക്രെഡിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് രൂപത്തിലുള്ള ബില്ല് ഒരു എഴുതി കൊടുക്കുന്നുണ്ട്. ആ പ്രോസസ്സാണ് വൗച്ചിങ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വൗച്ച് ചെയ്ത ചെറിയ ബുക്കിലായിരിക്കും നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഡെയിലി സ്ലിപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് അവിടുന്ന് മാറ്റിയിട്ട് അത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അതാ ദിവസത്തെ ട്രാൻസാക്ഷൻസ് യഥാർത്ഥ ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റിങ് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓഡിറ്റിനെ പറഞ്ഞ പേരാണ് വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ്. ഇതൊരു ചെറിയ ടൈപ്പ് ഓഡിറ്റാണ്. വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ് കാരണം മനസ്സിലായി വിചാരിക്കുന്നു. ഒരു കമ്പനിയിൽ ഒരു ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുക ആ ബില്ലിലാണ് എഴുതി വെക്കുക. പക്ഷേ ആ ബില്ലിൽ മാത്രം എഴുതിയോണ്ട് കാര്യമില്ല. നമ്മൾ യഥാർത്ഥ രീതിയിൽ കണക്ക് കൂട്ടുന്ന സമയത്ത് അത് എവിടെയാണോ രേഖപ്പെടുത്തേണ്ടത് അത് അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ആദ്യം കൊടുക്കുന്ന സംഭവമാണ് വൗച്ചിങ്. ബില്ല്, ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് വൗച്ചിങ്. അത് നേരെ പോസ്റ്റ് ചെയ്യും, നമ്മളെ യഥാർത്ഥ പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യും. ആ ഓഡിറ്റിനെ പറഞ്ഞ പേരാണ് വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.